ഞാൻ ചെയ്ത് നോക്കി, എനിക്ക് റിസൾട്ട് കിട്ടി. എൻ്റെ സ്കിൻ സൺ ടൈം മാറി, സ്കിൻ ഗ്ലോ ആയിട്ട് കളർ വെച്ച ഒരു ജ്യൂസ് റെസിപ്പിയാണ് നമ്മുടെ വീഡിയോ. ഇത് നമുക്ക് വീട്ടിൽ എപ്പോഴും കാണുന്ന 3 ഐറ്റം വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് 1 മന്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാറ്റം കാണാം. ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് ഹൈഡ്രേറ്റ് ആയിരിക്കാനും അതുപോലെ തന്നെ യങ് ആയിരിക്കാനും സഹായിക്കുന്നത്. ഈ ഒരു ഐറ്റമാണ് കേട്ടോ അത്. ഇത് ഡെയിലി ജ്യൂസ് അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു മെത്തേഡും കാണിക്കുന്നുണ്ട്. അധികം വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു കഷ്ണം മഞ്ഞളാണ് എടുക്കുന്നത്, ഒരു കഷ്ണം ഇഞ്ചിയും, അതിൻ്റെ കൂടെ നമ്മുടെ വിറ്റാമിൻ സിയുടെ കലവറയായ ഓറഞ്ചാണ് എടുക്കുന്നത്. ഇത് കുരു കളഞ്ഞിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ അത് കയ്പ്പ് രസം വരും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് ഡെയിലി കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടാനൊക്കെ മാറിയിട്ട് നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. ഇതിനി ഡെയിലി ഉണ്ടാക്കി കുടിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ക്യൂബായിട്ട് എടുത്തു വയ്ക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കോളം ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാം. എടുത്ത് ഡെയിലി 3 ക്യൂബ് വെച്ചിട്ട് ഡെയിലി കുടിക്കാം, കാലത്ത് കുടിക്കാതെ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നമ്മുടെ ടാനൊക്കെ നന്നായി പോയി മുഖമൊക്കെ നല്ല ഗ്ലോ ആവും. ഇനി മുഖം ഹൈഡ്രേറ്റ് ആവാനായിട്ട് നമ്മൾ ഈ ഒരു ഐറ്റം ചേർക്കുന്നത്. ഇത് കൽക്കണ്ടൊന്നുമല്ല, ഇതാണ് നമ്മുടെ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും. യങ് ആയിരിക്കാനും അത് സഹായിക്കുന്നു. ഇതാണ് ആ ക്യൂബാക്കി വെച്ചത്. ഇങ്ങനെ നമുക്ക് ക്യൂബാക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു 3 എണ്ണം എടുത്ത് കഴിച്ചാൽ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കും. ഇതിൽ നിന്ന് ഒരു സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടോ, ഇത് ഇത്ര മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇത് നമ്മുടെ ഐറ്റം റെഡിയായി കിട്ടി. ഇത് രാത്രി ഒഴിച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും സെറ്റായി കിട്ടും. കണ്ടോ, ഇത്ര വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് നല്ല ഐസും കട്ട പോലെ. ഇത് ഐസും കട്ടയൊന്നുമല്ല കേട്ടോ, ഇതാണ് അത്. ബദാം ക്രിസ്റ്റൽസാണിത്. ബദാം ജെല്ലെന്നും വിളിക്കും. ഇത് നമ്മുടെ ബദാം മരത്തിൽ ഉണ്ടാകുന്ന ഒരു പശ പോലെ മരത്തുമ്മുണ്ടാവുന്ന ഒരു ഇതില്ലേ, ആ സംഭവമാണിത്. ഇത് പക്ഷേ നല്ല ഹൈഡ്രേറ്റ് ആവും. ഇത് കൂളിംഗ് എഫക്റ്റാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുക. ഇത് ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ, ഇത് ഡെയിലി ഓരോ ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവാൻ ഇത് സഹായിക്കുന്നു. ഡെയിലി ഇതേപോലെ ഒരു 3 ക്യൂബ് കുടിക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് കഴിച്ചാൽ തന്നെ നല്ല മാറ്റം നമുക്ക് ഉണ്ടാവും. നമ്മളെ കാണുന്നവർ തന്നെ നമ്മളോട് ചോദിക്കും, എന്തോ ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ, നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഇതിൻ്റെ കൂടെ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്, നമ്മുടെ ഈ ക്യൂബൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ തേൻ കിട്ടാനുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. തേനാന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വരുന്നതൊന്നും തേനൊന്നുമല്ല. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒറിജിനൽ തേൻ തന്നെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ച് നോക്ക്. ഒരു മാസം കുടിച്ച് നോക്കിയാൽ മതി. ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ, എൻ്റെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.